വെൽക്കം ടു എക്സലൻറ്റ് യൂട്യൂബ് ചാനൽ. ഈ വീഡിയോ ആദ്യമായി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ്, തൊട്ടടുത്ത ബെൽ ബട്ടൺ അമർത്തുക. ഡിയർ സ്റ്റുഡൻസ്, ഫസ്റ്റ് സെമസ്റ്റർ ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് എക്സാം റിവിഷൻ ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് സ്റ്റാറ്റിസ്റ്റിക്സ്? Statistics is science which deals with the method of collecting, classifying, presenting, analyzing, comparing and interpreting numerical data collected to throw light on any sphere of enquiry. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സയൻസ് ആണ് അല്ലേ. സ്റ്റാറ്റിസ്റ്റിക്സ് ദി സയൻസ്. നമുക്കൊന്നും അറിയില്ലെങ്കിൽ പോലും നമുക്കത് എഴുതി വെക്കാം അല്ലേ. വിച്ച് ഡീൽസ് വിത്ത് ദി മെത്തേഡ് ഓഫ്. എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ്? ഏത് മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്ത് നോക്കിയേ? കളക്റ്റിംഗ്. നമ്മൾ ഡേറ്റ എന്ത് ചെയ്യുന്നു? കളക്ട് ചെയ്യുന്നു, ശേഖരിക്കുന്നു. ക്ലാസിഫയിങ്, തരംതിരിക്കുന്നു. പ്രസൻറ്റിങ്, അത് പ്രസൻറ്റ് ചെയ്യുന്നു. അനലൈസിങ്, നമ്മൾ കിട്ടിയ ഡേറ്റകളെ നമ്മൾ എന്ത് ചെയ്യുന്നു? അനലൈസ് ചെയ്യുകയാണ്. കമ്പയറിങ്, ഒരു ഡേറ്റ മറ്റൊരു ഡേറ്റയുമായിട്ട്, ഒരല്ലെങ്കിൽ ഒരൈറ്റം മറ്റൊരു ഐറ്റവുമായിട്ട് കമ്പയർ ചെയ്യുന്നു. ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ന്യൂമറിക്കൽ ഡേറ്റ കളക്റ്റഡ്. നമുക്ക് ലാസ്റ്റ് എന്ത് ചെയ്യുന്നു? അതിൻ്റെ റിസൾട്ട് ന്യൂമറിക്കൽ ഡേറ്റ ആയിട്ട് തന്നെ സംഖ്യാരൂപത്തിലായിരിക്കും അതിൻ്റെ റിസൾട്ട് നമുക്ക് ലഭിക്കുക. ഇതിനെയാണ് എന്ത് പറയുന്നത്? സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയാം. അപ്പം നിങ്ങൾക്ക് ഒന്നും അറിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ലാസ്റ്റ് എക്സാം ടൈമിൽ, എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ദി സയൻസ് എന്ന് പറഞ്ഞാൽ എഴുതിയാൽ മതി. അല്ലെങ്കിൽ എന്താണ്? വിച്ച് ഡീൽസ്, എന്താണ്, ഏതാണ് ഡീൽസ് ചെയ്യുന്നത്? ദ മെത്തേഡ് ഓഫ് collecting, classifying, presenting, analyzing, comparing and interpreting numerical data. ഇത്രമേ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ച് നിങ്ങൾ എഴുതിയാൽ 3 മാർക്ക് നിങ്ങൾക്ക് പാർട്ട് എയിൽ 3 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ്, സ്റ്റാറ്റിസ്റ്റിക്. വാട്ട് ഈസ് സ്റ്റാറ്റിസ്റ്റിക് മെത്തേഡ്? സ്റ്റാറ്റിസ്റ്റിക് മെത്തേഡ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ ആൻസർ എഴുതാം? സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് മീൻസ് കളക്ടിങ് ഡേറ്റ. നമ്മൾ ഡേറ്റ എന്ത് ചെയ്യുന്നു? കളക്ട് ചെയ്യുന്നു. ക്ലാസിഫൈയിങ് ദം ആൻഡ് പ്രസൻറ്റിങ് ഇറ്റ് ഇൻ എ ടാബുലർ ഫോം. അനലൈസിങ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഡേറ്റ സോ കളക്റ്റഡ്. അപ്പോൾ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ഇത്രമേ എഴുതേണ്ടുള്ളൂ. സ്റ്റാറ്റിസ്റ്റിക്സ് മെത്തേഡ് ഈസ് എ കളക്ടിങ് ഡേറ്റ. ഡേറ്റകൾ കളക്ട് ചെയ്യുന്നു, ക്ലാസിഫൈ ചെയ്യുന്നു, പ്രസൻറ്റ് ചെയ്യുന്നു, ഇതിനെ അനലൈസ് ചെയ്യുന്നു, ലാസ്റ്റ് എന്ത് ചെയ്യുന്നു? ഇൻ്റർപ്രിറ്റിംഗ് ദ റിസൾട്ട്. അപ്പോൾ ഒന്നും അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്ര മാത്രം എഴുതിയാൽ മതി. സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് മീൻസ് കളക്ടിങ് ഡേറ്റ, ക്ലാസിഫൈയിങ്, പ്രസൻറ്റിങ്, അനലൈസിങ് ആൻഡ് ഇൻ്റർപ്രിറ്റിംഗ് ദി ഡേറ്റ. ഇതാണ് ദ സ്റ്റാറ്റിസ്റ്റിക്സ് മെത്തേഡ് എന്നുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ വേണ്ടി സാധിക്കുക, എൻ്റർ ചെയ്യാൻ വേണ്ടി സാധിക്കുക. ഇത്രയും എഴുതിയാൽ 3 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇനി give any 2 characteristics of statistics. സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഏതെങ്കിലും 2 ക്യാരക്ടറിസ്റ്റിക്സ് പറയാൻ ചോദിച്ചാൽ, എഴുതാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് അഗ്രിഗേറ്റ് ഓഫ് ഫാക്ട്സ്. ഘടകങ്ങളൊരു പാറ്റേൺ ആണെന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. ഇറ്റ് സ്റ്റഡി ഓൺലി ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ എക്സ്പ്രസ്ഡ് ന്യൂമറിക്കലി. നമ്മളിത് സംഖ്യാരൂപത്തിലാണ് എന്ത് സ്റ്റാറ്റിസ്റ്റിക്സ് കാണിക്കുക. അത് ക്വാണ്ടിറ്റേറ്റീവ് മാത്രമായിട്ട് നമ്മൾക്ക് ക്വാളിറ്റേറ്റീവ് നമുക്ക് കാണിക്കാറില്ല. ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡാണെന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് വേണമെങ്കിൽ എഴുതാം. അപ്പം നിങ്ങൾക്ക് എന്ത്? ദ സ്റ്റഡി ഓൺലി ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ എന്ന് എഴുതിയാൽ മതി. പിന്നെ എന്താണ്? സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് അഗ്രിഗേറ്റ്സ് ഓഫ് ഫാക്ട്സ്. 2 പോയിന്റ് നമുക്ക് എൻ്റർ ചെയ്ത് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ്, ഡിഫൈൻ സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ്. നിങ്ങളോട് ചോദിക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കെല്ലാവർക്കും അറിയുന്നതാണെന്ത്? സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അല്ലേ? ദ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് അപ്ലൈഡ് ടു ദി ഡേറ്റ ഇൻ എനി പർട്ടിക്കുലർ പ്രോബ്ലം ഈസ് നോൺ ആസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ്. സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അറിയാം അല്ലേ? നമ്മുടെ ഡേറ്റകൾ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന യൂണിറ്റിനെയാണ് ഇത് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ് എന്ന് പറയുക അല്ലേ? നമുക്ക് ഗ്രാം അളക്കാം, ടൺ അളക്കാം, മീറ്റർ അളക്കാം, അവർ, ഇങ്ങനെ നമ്മൾ ഏത് ഡേറ്റിനെ മെഷർ ചെയ്യാൻ വേണ്ടി, അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന യൂണിറ്റിനെ നമുക്ക് എന്ത് പറയാം? സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ് എന്ന്. നിങ്ങൾക്കറിയാം, നിങ്ങൾ കടയിൽ പോയി അരി മേടിക്കുന്നില്ലേ, നമ്മൾ എന്ത് ചെയ്യുന്നു? അളന്നിട്ടാണെന്ത് നമുക്ക് അരി തരിക അല്ലേ? ഏത് സാധനമായാലും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ആ യൂണിറ്റിൻ്റെ ബേസിലാണ് ചെയ്യുക. ഇതിനാണ് ഇത് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ കുത്തിയിരുന്ന് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് ചിന്തിച്ചാൽ
ചിന്തിച്ച് നിങ്ങൾക്ക് ആൻസർ എഴുതാൻ പറ്റുന്നതാണിത് സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ് ദ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് അപ്ലൈ ടു ദി ഡേറ്റ. എക്സാമ്പിൾ നിങ്ങൾക്ക് എഴുതാം, ടൺ എഴുതാം, ഗ്രാം എഴുതാം, മീറ്റർ എഴുതാം. അവർ ഏത് യൂണിറ്റ് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ്സ് ആണ്. നെക്സ്റ്റ്, വാട്ട് ഡു യു മീൻ ബൈ ഡേറ്റ? ഡേറ്റ എന്ന് വെച്ചാൽ നിങ്ങൾ എന്താണ് ആൻസർ എഴുതുക? ഡേറ്റ മീൻസ് ദ കളക്റ്റഡ് ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു എ സബ്ജക്റ്റ്. ഇറ്റ് മേ ബി മാർക്സ്, ഇൻകംസ്, വെയിറ്റ്, ഹൈറ്റ് അല്ലേ? നമുക്ക് കളക്ട് ചെയ്യാൻ കിട്ടുന്ന ഏത് സബ്ജക്റ്റിനെ നമുക്ക് എന്ത് പറയാം, നമുക്ക് ഏത് സബ്ജക്റ്റിൽ നിന്നും ആ വിവരങ്ങൾ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഇത് പറയുന്നത് ഡേറ്റ എന്ന് പറയാം അല്ലേ? മാർക്സ് അല്ലേ, നിങ്ങൾ എക്സാം എഴുതി നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നു, മാർക്സ്, ഇൻകം, നിങ്ങൾക്ക് വരുമാനം കിട്ടുന്നു, ഹൈറ്റ്, നിങ്ങളുടെ ഹൈറ്റ്, നിങ്ങളുടെ വെയിറ്റ്, ഇതെല്ലാം എന്താണ്, ഡേറ്റയാണ്. അപ്പോൾ എന്താണ് ഡേറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ സബ്ജക്റ്റുമായി റിലേറ്റ് ചെയ്യുന്ന വിവരങ്ങൾ കളക്ട് ചെയ്യുന്നതിനെയാണ് ഇത് പറയുന്നത് ഡേറ്റ എന്ന്. എക്സാമ്പിൾ നിങ്ങൾക്ക് പറയാം മാർക്സ്, ഇൻകംസ്, ഹൈറ്റ്, വെയിറ്റ്, ഇതൊക്കെ നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് ഡേറ്റയ്ക്ക് എഴുതാൻ സാധിക്കുന്നതാണ്. ഇനി എന്താണ് വേരിയബിൾ? വാട്ട് ഈസ് എ വേരിയബിൾ? ഈ ക്വാണ്ടിറ്റേറ്റീവ് വിച്ച് ക്യാൻ അസ്യൂം എ റേഞ്ച് ഓഫ് വാല്യൂസ് നോൺ ആസ് എ വേരിയബിൾ. വേരിയബിൾസ് ആർ ഓഫ് ടു കൈൻഡ്സ്, കണ്ടിന്യൂസ് ആൻഡ് ഡിസ്ക്രീറ്റ് അല്ലേ? വേരിയബിൾ എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാം വാല്യൂയുടെ റേഞ്ച് അസ്യൂം ചെയ്യുന്ന ക്വാണ്ടിറ്റിയാണെന്ന് പറയുന്നത് വേരിയബിൾ എന്ന് പറയാം. നമുക്കത് രണ്ട് രീതിയിൽ അഡോപ്റ്റ് ചെയ്യാം, ഡിസ്ക്രീറ്റ് സീരീസും കണ്ടിന്യൂസ്. ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അല്ലേ? അതുപോലെ കണ്ടിന്യൂസ് സീരീസ് എന്ന് അറിയാം. ഇൻഡിവിജ്വൽ സീരീസ് എന്ന് പറഞ്ഞാൽ വാല്യൂ മാത്രം വരുന്ന സിംഗിൾ വാല്യൂസ് മാത്രം അല്ലേ? ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് പറഞ്ഞാലോ വാല്യൂം അതിൻ്റെ കൂടെ ഫ്രീക്വൻസി എത്ര പ്രാവശ്യം ആവർത്തിച്ച് ഒരു വാല്യൂ ആവർത്തിച്ചു, അതാണ് ഡിസ്ക്രീറ്റ് സീരീസ് നമുക്ക് അഡോപ്റ്റ് ചെയ്യാം. കണ്ടിന്യൂസ് സീരീസ് എന്ന് പറഞ്ഞാൽ ക്ലാസ്സും ഫ്രീക്വൻസിയുമായി വരുന്നത്. അപ്പോൾ വേരിയബിൾ എന്ന് പറഞ്ഞാൽ 2 ആയിട്ടാണ് അവിടെ കൈൻഡ് ചെയ്യുന്നത്, ഫസ്റ്റ് കണ്ടിന്യൂസ് സീരീസും ഡിസ്ക്രീറ്റ് സീരീസും. അപ്പോൾ വേരിയബിൾ എന്ന് പറഞ്ഞിട്ട് അർത്ഥം എത്രയേ ഉള്ളൂ, വാല്യൂവിൻ്റെ റേഞ്ച് അസ്യൂം ചെയ്യുന്ന ക്വാണ്ടിറ്റിയെ നമുക്ക് എന്ത് പറയാം, വേരിയബിൾസ് എന്ന് പറയാൻ സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ്, വാട്ട് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ? എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോഴും എന്ത് ചെയ്യുന്ന ഇൻവെസ്റ്റിഗേഷൻ നടത്താറുണ്ടല്ലേ? സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ മീൻസ് സെർച്ച് ഫോർ നോളജ് അബൌട്ട് സം പ്രോബ്ലം യൂസിങ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ആൻഡ് ടൂൾസ്. അപ്പോൾ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ മീൻസ് സെർച്ച് ഫോർ നോളജ്. ഇത്രമേ നിങ്ങൾ എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് വീഴും. അപ്പോൾ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെർച്ച് ഫോർ നോളജ്. നിങ്ങൾക്ക് നോളജ് ലഭിക്കാൻ, അറിവ് ലഭിക്കാൻ സെർച്ച് ചെയ്യുന്നതിന് നമുക്ക് എന്ത് പറയാം, സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയാം അല്ലേ? അബൌട്ട് സം പ്രോബ്ലം യൂസിങ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ആൻഡ് ടൂൾസ്. സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സും ടൂൾസും യൂസ് ചെയ്യുമ്പോൾ ഒത്തിരി പ്രോബ്ലംസ്, അതൊക്കെ നമുക്ക് പ്രോബ്ലം തരണം ചെയ്യാൻ വേണ്ടി നമുക്ക് അതിൽ നിന്ന് സെർച്ച് ചെയ്ത് നോളജ് നേടുന്നു അല്ലേ? ഇതിനെയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ്, what define primary data? പ്രൈമറി ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡേറ്റകളെ മെയിനായി കളക്ഷൻ ഓഫ് ഡേറ്റ മെയിനായി 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നില്ലേ? നമ്മൾ പഠിച്ചു പോയ കാര്യമാണ്. ഫസ്റ്റ് പ്രൈമറി ഡേറ്റ, സെക്കൻഡറി ഡേറ്റ അല്ലേ? പ്രൈമറി ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. പ്രൈമറി ഡേറ്റാസ് ആർ ദോസ് ഡേറ്റ കളക്റ്റഡ് ബൈ ദി ഇൻവെസ്റ്റിഗേറ്റർ ഹിംസെൽഫ് ഫോർ ദി ഫസ്റ്റ് ടൈം ആൻഡ് ദാറ്റ് ദേ മേ ഒറിജിനൽ ഇൻ ക്യാരക്ടർ. അപ്പം എന്താണ് പ്രൈമറി ഡേറ്റ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈമിൽ നടക്കുന്ന ഡേറ്റയാണ്, ഫസ്റ്റ് സ്പോട്ടിൽ നടക്കുന്ന ഡേറ്റയാണ് എന്ത് പറയുന്നത്, പ്രൈമറി ഡേറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഡേറ്റ കളക്ട് ചെയ്യുന്ന ഒരു ഡേറ്റയുടെ നടക്കുമ്പോൾ അതിൻ്റെ ഒറിജിനലിനെയാണ് ഇത് പറയുന്നത് പ്രൈമറി ഡേറ്റ. പ്രൈമറി ഡേറ്റ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലേ? നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ്, SLC സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്, +2 സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിയവരാണ് നിങ്ങൾ. അപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് SLC സർട്ടിഫിക്കറ്റോ +2 സർട്ടിഫിക്കറ്റോ ആ ഒറിജിനൽ കോപ്പി ആൻഡ് ഡോക്യുമെൻറ്റ്സിനെ നമുക്ക് എന്ത് പറയാം, പ്രൈമറി ഡേറ്റ എന്ന് പറയാം അല്ലേ? ഇപ്പം പ്രൈമറി ഡേറ്റ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഫസ്റ്റ് ടൈമിൽ ഫസ്റ്റ് ബോർഡിൽ കിട്ടുന്നതിനെയാണ് ഇത് പറയുന്നത് പ്രൈമറി ഡേറ്റ എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ദേ ആർ കളക്റ്റഡ് ഫോർ എ പർട്ടിക്കുലർ പർപ്പസ്. നമ്മുടെ ഒരു എയിം ആണല്ലേ, നിങ്ങൾക്ക് SLC പരീക്ഷയ്ക്ക് പഠിച്ച് എഴുതി നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ്സ് കിട്ടിയില്ലേ, അത് നിങ്ങളുടെ പർപ്പസ് ആയിരുന്നു. +2 എക്സാം എഴുതി നിങ്ങൾ റിസൾട്ട് കരസ്ഥമാക്കിയില്ലേ, അതും നിങ്ങളുടെ ഒരു പർപ്പസാണ്, പർട്ടിക്കുലർ പർപ്പസ്. ഇതിനെയാണ് പ്രൈമറി ഡേറ്റ. അപ്പോൾ പ്രൈമറി ഡേറ്റ എന്ന് പറഞ്ഞാൽ
ഫസ്റ്റ് ടൈം ഓഫ് ദി പാർട്ട് ഓഫ് ദി ഐറ്റം ദാറ്റ് മീൻസ് ഒറിജിനൽ ഡേറ്റ എന്ന് നിങ്ങൾക്ക് ആൻസർ എൻട്രി ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് സെക്കൻഡറി ഡേറ്റ. എന്താണ് സെക്കൻഡറി ഡേറ്റ എന്ന് പറഞ്ഞാൽ? ഓക്കെ, നമുക്ക് നോക്കാം സെക്കൻഡറി ഡേറ്റ എന്താണെന്ന്. Secondary data are those which have already been collected by some other person for their purpose and published. Secondary data is the second time or second part. Primary data first time ആണെങ്കിൽ secondary data second time ആണെന്ന് അറിയാം അല്ലേ? നമുക്ക് നിങ്ങൾ SLC പഠിച്ചു, നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ്സ് കിട്ടി, +2 പഠിച്ചു, നിങ്ങൾ പഠിച്ചു പാസ്സായി, അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് കിട്ടി, അതിൽ നിന്ന് നിങ്ങൾക്ക് ജോബിന് വേണ്ടി നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ കിട്ടുന്ന റിസൾട്ടാണ് സെക്കൻഡറി ഡേറ്റ എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയിലേക്ക് എന്ത് ചെയ്യുന്നു? പബ്ലിഷ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പോൾ പ്രൈമറി ഡേറ്റ ഫസ്റ്റ് പാർട്ടിൽ നടക്കുന്നത്, അത് ഒറിജിനൽ വാല്യൂ ആണ്. സെക്കൻഡറി ഡേറ്റ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് പാർട്ടിൽ നടക്കുന്ന സെക്കൻഡ് സ്റ്റെപ്പിൽ നടക്കുന്നതാണ്. അത് നമുക്കറിയാം, അതിൻ്റെ കോപ്പിയാണെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ്, വാട്ട് ഈസ് ക്വാളിഫിക്കേഷൻ ഓഫ് ഡേറ്റ? See 4 types of classifications. Classification is the process of arranging or bringing together all the enumerated items under separate heads and classes according to some common characteristics possessed by them. അപ്പോൾ നോക്കാം, ക്ലാസിഫിക്കേഷൻ ഈസ് ദി പ്രോസസ് ഓഫ് അറേഞ്ചിങ് ടുഗദർ ഓൾ ദി ന്യൂമറിക്കൽ ഐറ്റംസ് അല്ലേ? ക്ലാസിഫിക്കേഷൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാം, നമുക്ക് കിട്ടുന്ന ഡേറ്റകൾ എന്ത് ചെയ്യുന്നു? തരം തിരിച്ച് വയ്ക്കുന്നതിന് നമുക്ക് എന്ത് പറയാം? ക്ലാസിഫൈ ചെയ്യുന്നു. നമുക്ക് അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നു. നമ്മൾ ഒന്നെങ്കിൽ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡറിൽ നമുക്ക് അറേഞ്ച്മെൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ എന്താണ്, നമുക്ക് ഗുഡ്സുകൾ പർച്ചേസ് ചെയ്യുന്നു, സെയിൽസ് ചെയ്യുന്നു അല്ലേ? പർച്ചേസ് മാത്രം ഒരു കാറ്റഗറി, സെയിൽസ് മാത്രം വേറൊരു കാറ്റഗറി, എക്സ്പെൻസ് വന്ന് മറ്റൊരു കാറ്റഗറി, ഇൻകം വരുന്ന വേറൊരു കാറ്റഗറി, ഇങ്ങനെ ഓരോന്നായിട്ട് തരം തിരിച്ച് വയ്ക്കുന്നതിന് നമുക്ക് എന്ത് പറയാം? അറേഞ്ചിങ് പ്രോസസ്സ് ചെയ്യുന്നതിനെയാണ് ഇത് പറയുന്നത് ക്ലാസിഫിക്കേഷൻ എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ്, ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബുലേഷൻ ഡിഫൈൻ. ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? ദ പ്രോസസ് ഓഫ് അറേഞ്ചിങ് ഡേറ്റ ഇൻ ഗ്രൂപ്പ്സ് അക്കോർഡിംഗ് ടു ദി സിമിലാരിറ്റീസ് ഇൻ ദിയർ ക്യാരക്ടർ ഈസ് കോൾഡ് ക്ലാസിഫിക്കേഷൻ അല്ലേ? നമുക്കറിയാം, ഗ്രൂപ്പുകളായിട്ട് അറേഞ്ച്മെൻറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഇത് പറയുന്നത് ക്ലാസിഫിക്കേഷൻ എന്ന് പറയാം. ടാബുലേഷൻ എന്ന് പറഞ്ഞാലോ, ടാബുലേഷൻ മീൻസ് പ്രസൻറ്റേഷൻ ഓഫ് ഡേറ്റ ഇൻ ടേബിൾസ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഡേറ്റകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രസൻറ്റ് ചെയ്യുന്നതിനെയാണ് ഇത് പറയുന്നത് ടാബുലേഷൻ എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുക. നെക്സ്റ്റ്, വാട്ട് ഈസ് ക്ലാസ് ഇൻ്റർവൽ? നമ്മളിപ്പോഴും ഉപയോഗിക്കുന്നതാണല്ലേ ക്ലാസ് ഇൻ്റർവൽ. നിങ്ങൾക്ക് പരിചയമുള്ള ഒരു ടൈമാണല്ലേ കുട്ടികളെ? ഇറ്റ് ഇൻ കണ്ടിന്യൂസ് സീരീസ് മെഷർമെൻറ്റ് ആർ അപ്രോപ്രിയേറ്റ് ആൻഡ് ദി ആർ എക്സ്പ്രസ്ഡ് ഇൻ ക്ലാസ് ഇൻ്റർവൽസ് അല്ലേ? ക്ലാസ് ഇൻ്റർവൽസ് എന്ന് പറഞ്ഞാൽ എന്താ? അപ്രോപ്രിയേറ്റ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സീരീസ് ആണ് അല്ലേ? നമുക്ക് എന്ത് ചെയ്യാൻ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ക്ലാസ് ഇൻ്റർവലായി, അതിനാണ് ക്ലാസ് ഇൻ്റർവൽസ് എന്ന് പറയാം. എക്സാമ്പിൾ 0 to 10, 10 to 20, നമ്പർ ഓഫ് പീപ്പിൾസ് to 10 എന്ന് പറഞ്ഞാൽ ക്ലാസ്സും അതുപോലെ തന്നെ നമ്പർ ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ ഫ്രീക്വൻസി വരുന്നതിനാണ് ഇത് പറയുന്നത് ക്ലാസ് ഇൻ്റർവൽ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു അല്ലേ? എക്സ്പ്ലെയിൻ ദ മെയിൻ ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫിക്കേഷന് മെയിനായി ടൈപ്സ് ചെയ്യുന്ന 4 ആണ് നമുക്കറിയാം അല്ലേ? ഫസ്റ്റ് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ, സെക്കൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ, തേർഡ് ക്രൊനോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, ലാസ്റ്റ് ജിയോഗ്രാഫിക്കൽ ക്ലാസിഫിക്കേഷൻസ്. What do you mean by qualitative classifications? The process of classifying data according to some numerically non-measured characters such as sex, nationality, color, religions, etc. is known as qualitative classification. എന്താണ് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ അല്ലേ? നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കുന്നില്ല അല്ലേ? നമ്മൾ ഡേറ്റകളെ ക്ലാസിഫൈ ചെയ്യുന്ന പ്രോസസ്സാണെന്ന് പറയുന്നുണ്ട്, നോൺ മെഷർമെൻ്റ് ആണെന്ന് പറയുന്നുണ്ട് അല്ലേ? അതിനാണ് എന്ത് പറയുന്നത് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. ഒരിക്കലും നമുക്ക് നോട്ട് മെഷറിങ്, നമുക്ക് ഒരിക്കലും എന്താണ് ഒരാഴ്ച നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത് ക്വാളിറ്റി. സെക്സ് നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. നമുക്ക് കളറ് മെഷർ ചെയ്യാൻ സാധിക്കുമോ? റിലീജിയൻ മെഷർ ചെയ്യാൻ സാധിക്കുമോ?
ബ്യൂട്ടിഫുൾ, നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കുമോ? ഇങ്ങനെയുള്ളതിനെയാണ് എന്ത് പറയുന്നത്? ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുക. നെക്സ്റ്റ്, വാട്ട് ഡു യു മീൻ ബൈ ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻസ്? The process of classifying data according to some numerically measurable characters such as height, weight, age, etc. is known as ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലേ, മെഷർ ചെയ്യാം, ഏതൊരു ഐറ്റത്തിൽ നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കും. എക്സാമ്പിൾ ഹൈറ്റ് നമുക്ക് ആളെന്ന് തിട്ടപ്പെടുത്താം, വെയിറ്റ് തൂങ്ങി ഇല്ലേ, ഏജ് ഇത്ര ഏജ് ഉണ്ടെന്ന് വ്യക്തമായി പറയാൻ സാധിക്കും. ഇതിനെയാണിത് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻസ് എന്ന് പറയാം. നമുക്ക് 1 കിലോ അരി മേടിച്ചു, നമ്മൾ ആളെന്ന് തിട്ടപ്പെടുന്ന പഞ്ചസാര മേടിച്ചു, ഷുഗർ മേടിച്ചു ഇല്ലേ, ഏത് ഐറ്റം നമ്മൾ മേടിക്കുകയാണെങ്കിലും കൃത്യം അളവ് തിട്ടപ്പെടുത്തി മെഷർ ചെയ്യാൻ സാധിക്കുന്നതിനെയാണിത് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുക. നെക്സ്റ്റ്, വാട്ട് ഡു യു മീൻ ബൈ ജിയോഗ്രാഫിക്കൽ ക്ലാസിഫിക്കേഷൻസ്? ദ പ്രോസസ് ഓഫ് ക്ലാസിഫൈങ് ഡേറ്റ ഓൺ ദി basis of time period such as monthly base, year base, etc. known as chronological classifications. അല്ലേ, നമ്മൾ ടൈം പീരീഡിൻ്റെ ബേസിലാണ് നമ്മൾ ഡേറ്റകളെ ക്ലാസിഫൈ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഇത് പറയുന്നത് ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. മന്ത്ലി, ഇയർലി, വീക്ക്, അവർ ഇങ്ങനെയെല്ലാം നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഇത് പറയുന്നത് ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻസ് എന്ന് പറയുക. നെക്സ്റ്റ്, വാട്ട് ഡു യു മീൻ ബൈ ക്ലാസ് ലിമിറ്റ്, ബൗണ്ടറീസ് എന്നൊക്കെ പറയാം അല്ലേ. ക്ലാസ് ലിമിറ്റിന് എന്താണെന്ന് നോക്കിക്കേ. The smallest and largest possible measurement each classes are known as class limit. അല്ലേ, സ്മോളസ്റ്റ് വാല്യൂം ലാർജസ്റ്റ് വാല്യൂം നമ്മൾ പോസിബിൾ ആ മെഷർമെൻറ്റ് ചെയ്യാൻ ഓരോ ക്ലാസ്സിന് മെഷർ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് ക്ലാസ് ലിമിറ്റ് എന്ന് പറയുക. ഓരോ ക്ലാസ് എടുത്ത് നോക്കുമ്പോൾ എന്താണ് സ്മോളസ്റ്റും ലാർജസ്റ്റുമായ പോസിബിളായി മെഷർ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനാണ് ക്ലാസ് ലിമിറ്റ് എന്ന് പറയുക. അല്ലേ, 30 to 40 അല്ലേ, ലോവർ ലിമിറ്റ് 30 ആണ്, അപ്പർ ലിമിറ്റ് ഏതാണ് 40 ആണ്. ഇതിനെയാണിത് പറയുന്നത് ക്ലാസ് ലിമിറ്റ് എന്ന് പറയുക. ക്ലാസ് ലിമിറ്റ് എന്ന് എക്സ്പ്ലനേഷൻ ചെയ്യാൻ സാധിക്കുന്നില്ലേ എന്നാണ് ഒരു എക്സാമ്പിൾ എഴുതി വെച്ചാൽ മതി, നിങ്ങൾക്ക് മാർക്കായി. നെക്സ്റ്റ്, വാട്ട് യു മീൻ ബൈ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ? എന്താണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ? നമ്മൾ ചെറിയ ക്ലാസ്സിൽ മുഖാന്തരം പഠിക്കുന്നുണ്ടല്ലേ, ഒന്നെങ്കിൽ ഇൻഡിവിജ്വലായി അല്ലെങ്കിൽ ഗ്രൂപ്പ്സായിട്ട് തരംതിരിക്കുന്നതിനെയാണിത് പറയുന്നത് എന്ന് പറയാം. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ. ഇത്രയും എഴുതാൻ നിങ്ങൾക്ക് മാർക്കായി. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ. അതെങ്ങനെയാണ് ഷോ ചെയ്യുന്നത്? എ സെറ്റ് ഓഫ് എ ഡിസ്റ്റൻറ്റ് വാല്യൂ വേരിയബിൾ അറേഞ്ച് ഓൺ മാഗ്നിറ്റ്യൂഡ് ഈച്ച് ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്പ്സ്. ഇത്ര മാത്രം എഴുതി ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് സ്വയം കിട്ടുന്നതാണ്. ഇനി ഡിസ്ക്രീറ്റ് സീരീസ്, വാട്ട് ഈസ് ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ ആൻസർ എഴുതാം? ഇൻ ഡിസ്ക്രീറ്റ് സീരീസ് ഇൻ എക്സാക്റ്റ് മീൻസ് മെഷർമെൻറ്റ് ഓഫ് വേരിയസ് ഐറ്റംസ് ആർ ഷോൺ. അല്ലേ, എന്താണ്? ഈച്ച് ഓഫ് മെഷർമെൻറ്റ് ഈസ് ടു ബി ട്രീറ്റഡ് ആസ് എ ക്ലാസ്. അല്ലേ, നമുക്കറിയാം എന്താണ് ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കുന്നത് ആ ക്ലാസ്സാണ് അല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേരിയസ് ഐറ്റംസ് നമുക്ക് മെഷർ ചെയ്ത് എക്സാക്റ്റ് ചെയ്യുന്ന സീരീസാണ് എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് പറയാൻ വേണ്ടി സാധിക്കുക. നെക്സ്റ്റ്, വാട്ട് ഈസ് ഷെഡ്യൂൾ? അല്ലേ, ചില വർഷങ്ങളൊക്കെ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഷെഡ്യൂൾ എന്താണ്? നമുക്ക് പരിചയമുള്ളതാണ്. നമ്മൾ ഷെഡ്യൂളൊക്കെ തയ്യാറാക്കാറുള്ള സ്റ്റുഡൻസ് ആണല്ലേ നമ്മളെല്ലാവരും. എന്താണ് ഷെഡ്യൂൾ? ഷെഡ്യൂൾ മീൻസ് എ ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ടു ബി ആസ്ക്ഡ് ടു ദി റെസ്പോണ്ടൻസ് ആൻഡ് ടു ബി ഫിൽഡ് ബൈ ദി ഇൻ്റർവ്യൂവർ ഹിംസെൽഫ്. ഷെഡ്യൂൾ അല്ലേ, നമുക്ക് ക്വസ്റ്റ്യൻസ് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ അതിൻ്റെ ആസ്ക്ഡ് ദി റെസ്പോണ്ടൻറ്റ് ആൻഡ് ടു ബി ഫിൽഡ് ബൈ ദി ഇൻ്റർവ്യൂവർ ഹിംസെൽഫ്. ഷെഡ്യൂൾ ചെയ്യുന്നു അല്ലേ. ക്വസ്റ്റ്യൻസ് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നതിന് നമുക്ക് എന്ത് പറയാം? ഷെഡ്യൂൾസ് എന്ന് പറയാം. നമ്മൾ ഓരോ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്നു. നമ്മൾ എന്ത് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വയ്ക്കുന്നു അല്ലേ. ഇതിനെയാണെന്ത് പറയുന്നത്? ഫൈൻഡ് ഔട്ട് ചെയ്ത് വയ്ക്കുന്നതിനെയാണെന്ത് പറയുന്നത്? ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് വയ്ക്കുന്നതിനെയാണ് പറയുന്നതിനെയാണിത് ഷെഡ്യൂൾസ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഈ വീഡിയോ യൂസ്ഫുൾ ആയാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുമല്ലോ. ഓക്കെ, താങ്ക് യു.